ചിരിക്കാതെ എന്താ ചെയ്യാൻ കഴിയുക? നമ്മുടെ ആർ ശ്രീലേഖ, ആദ്യത്തെ വനിതാ IG-യോ IPS ഉദ്യോഗസ്ഥയോ മലയാളിയായ, എനിക്കറിയില്ല, അങ്ങനെ എന്തൊക്കെയോ ഉള്ള അവർ ഇപ്പോൾ എന്താ വിശേഷിപ്പിക്കേണ്ടത്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്തൊക്കെയോ പറഞ്ഞും എഴുതിയും ഈ നമ്മുടെ സമൂഹത്തിൽ എന്തിനെയൊക്കെയോ പ്രതിനിധീകരിക്കേണ്ടവർ എന്തൊക്കെയോ ആയിത്തീരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ മുത്തോ പവിഴമോ ആണ് എന്ന് കരുതി സൂക്ഷിച്ചിരുന്ന മലയാളികൾ ബഹുമാനിച്ചിരുന്നത് ഇപ്പോൾ ചാണകമോ കാഷ്ടമോ ആയ ഭാവത്തിൽ ഒരു മഹാഭൂരിപക്ഷം മനുഷ്യർ മാറ്റി നിർത്തപ്പെടേണ്ട അവസ്ഥയിലേക്ക് അവരവരുടെ പ്രവൃത്തി ചെന്നെത്തുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ആളുകൾക്കെല്ലാം ഉള്ള കലിപ്പ് വേടനോടാണ്. വേടന് ഒരു അവാർഡ് കൊടുത്തു. മലയാള സാഹിത്യത്തിലോ മലയാള സിനിമാ രംഗത്തോ ഏതെങ്കിലും അവാർഡുകൾ കൊടുക്കുമ്പോൾ ആരുടെയെങ്കിലും സ്വഭാവശുദ്ധി ഏതെങ്കിലും കാലത്ത് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. ഇല്ലെന്ന് മാത്രമാണ് ഉത്തരം. വ്യത്യസ്ത തരത്തിലും രീതിയിലും സ്വഭാവത്തിലും ആരോപണമുള്ളവരും ആരോപണരഹിതരുമായ ഒരുപാട് ആളുകൾക്ക് എന്തെല്ലാം തരത്തിലുള്ള ആദരവുകളും എന്തെല്ലാം തരത്തിലുള്ള അവാർഡുകളും നൽകിയിട്ടുണ്ട്. പക്ഷേ വേടൻ കിടന്ന് തുള്ളി മറിയുകയാണ്. അപ്പോൾ വേടന് കൊടുത്തതിൻ്റെ ഒരു കാരണം കണ്ടെത്താൻ വേണ്ടി മാഡം വേടൻ്റെ ഒരു കവിത കണ്ടുപിടിച്ചു. ആ കവിത എടുത്ത് ഉദാഹരിച്ചുകൊണ്ട് പറയുന്നത് വേടൻ എഴുതിയ ആ കവിതയ്ക്കാണ് അവാർഡ് കൊടുത്തത് എന്നാണ് പറയുന്നത്. മോദി കപട ദേശവാദി, നാട്ടിൽ മതജാതി വ്യാധി, ഈ തലവനില്ല ആദി, നാട് ചുറ്റാൻ നിന്റെ നികുതി, വാളെടുത്തവൻ്റെ കയ്യിൽ നാടുപാതി, വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി. ഇതിനകത്ത് ഈ മോദി എന്ന് പറയുന്ന ഒരു വാക്ക് പുള്ളിയുടെ പാട്ടിലേ ഇല്ല. ഈ IPSകാരുടെയൊക്കെ ഒരു സംഗതി എന്താണെന്നറിയോ? അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വിളിക്കാമായിരുന്നു എന്ന് പറയുന്ന പോലെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ആകാനൊരു കാരണമുണ്ട്. അത് ഞാൻ ഒടുവിൽ പറയാം. അപ്പോൾ ഇവർക്ക് ഈ ഇടയ്ക്ക് തിരികെ കയറ്റുന്നതിനൊന്നും ഒരു പാടുള്ളവരല്ല. ഒട്ടുമിക്ക കേസുകളിൽ ഇവർ ഇങ്ങനെ തിരികെ കയറ്റുന്നവരാണ്. ഇവർക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും എടുത്ത് കൊടുക്കുക, ഇവരുടെ ഒരു രോഗം മനസ്സിലാക്കി. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ എനിക്കൊരു സവിശേഷമായ രോഗമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ, ഞാനിതിനു മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുള്ളതാണ്, അപ്പോൾ എനിക്ക് കാന്തപുരം വിരോധമുണ്ട് എന്ന് തോന്നിയാൽ നേരം വെളുത്താൽ വൈകുന്നേരം വരെ എൻ്റെ മൊബൈലിലേക്ക് വരുന്നത് മുഴുവൻ കാന്തപുരം വിരോധമായിരിക്കും. അതുപോലെ എനിക്ക് വേറെ തബ്ലീഗ് വിരോധം ഉണ്ടെന്ന് തോന്നിയാൽ അതിൻ്റെ വീഡിയോകളായിരിക്കും വരുന്നത് മൊത്തം. എനിക്ക് വേറെ ആരെങ്കിലുമായി വിരോധം ഉണ്ടെന്ന് തോന്നിയാൽ അതിൻ്റെ ക്ലിപ്പുകൾ മുഴുവൻ വന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവർക്ക് ഓരോരുത്തരെടുത്ത് കൊടുക്കും. നമ്മുടെ TP സെൻകുമാറിന് എടുത്തു കൊടുത്തില്ലേ? സെൻകുമാറിനെടുത്ത് കൊടുത്തത് കരുനാഗപ്പള്ളി മുസ്ലിം സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും സ്കൂളുണ്ടോ എന്ന് ചോദിച്ച് അവസാനം ചരിത്രം തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ അയാളുടെ പേജിൽ അതില്ല. പക്ഷേ അയാൾ ഒരിക്കലും അതിൽ മാപ്പ് പ്രകടിപ്പിക്കുകയൊന്നുമില്ല. എന്ന് മാത്രമല്ല അതിൽ തപ്പിയാൽ അത് കാണൂല്ല എന്ന് പറഞ്ഞതുപോലെയാണ്. മോദി എന്ന വാക്കില്ലെന്ന് കണ്ടുപിടിച്ചിട്ടും ശ്രീലേഖ അത് മാറ്റൂല. എന്നിട്ട് അത് മാത്രമാണോ? യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം എന്താ? ഇതിന് കാരണക്കാരൻ പിണറായി വിജയൻ സഖാവാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞതുപോലെ ഇവരെ രണ്ടുപേരെയും വർഗീയവാദികളാക്കിയത് സാക്ഷാൽ പിണറായി വിജയൻ സഖാവാണ്. എന്താ കാര്യം? നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയിൽ റിട്ടയറായ IAS ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥർ, ഇവരാരെങ്കിലും സ്വന്തം നിലയിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സത്യസന്ധമായി ജോലി ചെയ്ത് പോയവരല്ലാതെ ബാക്കി ടിങ് 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 അടിച്ചവരെല്ലാം കേരളത്തിൽ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും ഇരിപ്പുണ്ട്. ഒരൊറ്റ ആൾ ഇവിടുന്ന് പോയിട്ടില്ല. ഞാൻ ആരുടെയും വ്യക്തിപരമായ പേരൊന്നും പറയുന്നില്ല. ഇനി അവസാനം ഇവർ വടിയും പിടിച്ച് യൂറിൻ ഭാഗം പിടിച്ചുകൊണ്ടും കേരളത്തെ സേവിച്ച് കളയും എന്നുള്ള രീതിയില്ല. അക്കൂട്ടത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും കിട്ടിയില്ല. ഇവർക്കൂടെ എന്തെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു, ഈ പ്രശ്നം തീർന്നു. ഇപ്പോൾ സെൻകുമാർ ഇറങ്ങിയപ്പോൾ സെൻകുമാറിന് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതിയായിരുന്നു. സെൻകുമാറിന് ആരാ കൊടുത്തത്? എന്താ പറയുന്നത്, പിന്നെ ശ്രീത്ര തിരുനാൾ അതിൻ്റെ കമ്മിറ്റിയോ അതിൻ്റെ സംഗതിയുടെ വൈസ് ചെയർമാനായിട്ടെങ്ങാണ്ട് പുള്ളിയെ പോസ്റ്റ് ചെയ്തു. ഇവർക്ക് എന്തെങ്കിലും ഒന്നും ഇല്ലാതിരിക്കാനൊക്കത്തില്ല. വണ്ടിയും ആളും ഈ പറയുന്ന മണിയന്മാരും ഒക്കെ ഇവർക്ക് വേണം. അവിടെ പോസ്റ്റ് ചെയ്തു. പുള്ളിക്ക് സംസ്ഥാന സർക്കാരൊന്നും കൊടുത്തില്ല. ഈ ശ്രീലേഖയ്ക്കും ഒന്നും കൊടുത്തില്ല. ശ്രീലേഖയ്ക്കും അന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു കമ്മീഷനോ ആ കമ്മീഷനോ ഈ കമ്മീഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നത്തോലി കമ്മീഷൻ ഉണ്ടാക്കി അതിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്നും പറഞ്ഞൊരു വണ്ടിയും കൊടുത്ത് 2 സ്റ്റാഫിനെയും കൊടുത്ത് റെഡിയാക്കിയായിരുന്നെങ്കിൽ അവർ സന്തോഷമായിട്ട് എവിടെയെങ്കിലും നടന്നേനെ. അവർക്ക് പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് പോയേനെ. അത് ചെയ്യാത്തതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അവർ നോക്കുമ്പോൾ ബാക്കി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇവർ വളരെ പ്രതീക്ഷയോടിരിക്കുക. നമ്മുടെ നാട്ടിലെ ഒരു IAS ഓഫീസർ, പുള്ളിക്ക് ഒരു പോസ്റ്റ് പിടിക്കാൻ വേണ്ടി ഓടി അവസാനം ഗോവയിലെ ഗവർണറാക്കാമെന്ന് പറയുന്ന ഒരു സംഗതി വാങ്ങാൻ കിടക്കുന്ന സമയത്ത് പുള്ളി വൈറലായിക്കൊണ്ടിരിക്കുക. നിർത്താതെ വൈറലാവുക. എന്നിട്ട് ആ വൈറലായപ്പോഴത്തേക്ക് പാടും കെട്ടിവെച്ച് ഡൽഹിയിൽ പോയി അവിടെ വെച്ച് മരിച്ച്. അതാണ് സ്ഥിതി. അപ്പോൾ ഇവരുടെ നിരാശയ്ക്ക് കേരളം അനുഭവിക്കേണ്ടി വരുന്ന സംഗതിയാണ് ഈ വ്യാജനും വിദ്വേഷവും.
എനിക്ക് എല്ലാ പാർട്ടിയിലും പെട്ട സാധാരണക്കാരോട് പറയാനുള്ളത്, ഇവരെ ഒന്നും വിശ്വസിച്ച് പ്രത്യയശാസ്ത്ര ജീവികളാണെന്ന് വിചാരിച്ച് നിങ്ങളുടെ ജീവിതം കളയരുത്. ഇവർക്കൊക്കെ വലിയ ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട്. ഇനി അവർക്ക് രാജ്യസഭ ആഗ്രഹമുണ്ട്, ഗവർണർ പദവി ആഗ്രഹമുണ്ട്, കേന്ദ്രമന്ത്രി പദവി ആഗ്രഹമുണ്ട്, പിന്നെ അതുകൂടാതെ ഏതെങ്കിലും നാട്ടിൽ കൊള്ളാവുന്ന സംഗതിയുണ്ട്. അത്രേ ആഗ്രഹമേ ഉള്ളൂ. അതിനാണ് ഇവരിതെല്ലാം പറയുന്നത്, അല്ല വേറെ ഒരു കാര്യമില്ല.